ഗോഡിന്റെ ഇന്നത്തെ കഥ ഗൾഫിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ ഭാര്യയെ ഭർത്താവ് പറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരനെ കാണാൻ ഭർത്താവ് ഭാര്യയെയും കൊണ്ടുവരികയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ കൂട്ടുകാരൻ ഭർത്താവിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന പ്രാങ്ക് കെണി. കാണാം ഈ വേറിട്ട പ്രാങ്ക് കഥയിൽ പിറക്കുന്ന കെണിക്കുരുക്കുകൾ. എനിക്കാണെങ്കിൽ ക്ലാസ് ഉണ്ട്, പോയേ പറ്റും. പിന്നെ അതാരും വെളിയിൽ അത് നമ്മളൊരു എന്റെ കൂടെ ആണെങ്കിൽ തോറ്റു കിടന്നായിരുന്നു. പടപ്പക്കാരായിരുന്നു ആദ്യം താമസിച്ചോണ്ടിരുന്നത്. നമ്മളൊരു പഠിക്കും എന്തൊരു വൈഫ് എന്ത് ചെയ്തപ്പോ? വൈഫ് ദന്തൽ നേഴ്സാണ്. വൈഫിന്റെ പേരെന്ന് തോന്നുന്നു ഉമ. ഉമ. എന്നെ ജോൺ മോനായി ജോൺ ഹോനായി. ജോൺ ഹോനായിന്ന് കേട്ടിട്ടുണ്ട്. ഇത് ജോൺ മോനായിന്ന് കേട്ടിട്ടുണ്ട്. അത് ഇദ്ദേഹമാണ് കേട്ടോ. പിന്നെ വേറെ വിശേഷം പറ. ഇപ്പൊ നീ ഈ കാർപ്പന്റ് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നു, കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നു. അങ്ങനെയുള്ള വർക്ക്. പിന്നെ അതിനകത്ത് വലിയ വരുമാനം കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ ഒത്തിരി കഷ്ടപ്പാടുകളാണ്. ഇന്ത്യയിലേക്ക് സാധനം ചെയ്യണം. ചുമ്മാ നീ അന്ന് നടന്ന സ്ഥിതിക്ക് നീ വേറെ ലെവലിൽ എത്താളാണ്. ചുമ്മാ ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നല്ലേ, അതൊക്കെ പോയി. നീ നിരച്ചായല്ലോ. നീ എനിക്കൂടെ ഒരു വഴിയൊക്കെ കാണിച്ചതാ. എന്തായാലും മെച്ചമുണ്ടോ? മിച്ചമൊന്നുമില്ലേ? മിച്ചം എന്തുവാ? മിച്ചം എന്താ വൈഫ് ഒന്നും വിടില്ല. ജോലിക്ക് താല്പര്യമില്ല. ആ ജോലി താല്പര്യമില്ലാത്തോണ്ടിരിക്കും. പുള്ളിക്കാരന് എത്ര വിസ കിട്ടിയതാ, പോവാതെ നിൽക്കുകയല്ലേ. മക്കളുടെ പഠിത്തം രണ്ടുപേരൂടെ പോയാൽ പിന്നെ ഇവന്റെ കണ്ടിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു സമുദ്രത്തിനെ വിളിച്ചത്. അത് എടുത്തോളാം. പിന്നെ എടാ ഞാൻ പറഞ്ഞത് 10 രൂപയുടെ സംഭവം. ഇത് അഡ്വാൻസ് 3 രൂപ. സ്വപ്നം കാണുന്നത് എന്ത് അന്നല്ല ഞാനിത് പറഞ്ഞു വെച്ചോ. ഇത് നിന്റെ നമ്മുടെ ജോലി ഒരു 4 മാസം സംഭവം ഒരു കാര്യമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ബാക്കി പേയ്മെന്റ്. അതെ, അത് എന്ത് സംഭവം? ഇത് സംഭവം നമ്മൾ ബിസിനസ് സംഭവം ഉള്ളൂ. ഡാ അത് കിടക്കുന്നു. നീ അത് വേറെ ഒന്നും വേണം. എനിക്കൊരു 3 മാസമേ അളയതിൽ പഴയൊരു ട്രങ്ക് എന്ത് സംഭവം? അത് ഞാൻ കാര്യം പറയാം. നീ അത് വെച്ചോ. ഞാനിത് എനിക്കൊരു 3 മാസം 3.5 മാസം നീ ഒന്ന് സൂക്ഷിക്കണം വീട്ടിൽ. 3.5 മാസം ബാക്കി ഞാൻ ഇടയ്ക്ക് 2 ദിവസം വരുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യണം. അല്ല, 2 മാസം കഴിഞ്ഞിട്ട് സാറൊന്ന് പോകണം. ഞാൻ അന്ന് വന്ന സമയം നോക്കാട്ടെ. 1.5 മാസം കഴിഞ്ഞ് ഞാൻ വരും. ശരി. വന്നിട്ട് ചാവി നിന്റെ തന്നെ? ചാവി എൻ്റെ കാണാം. എൻ്റെ ഉണ്ട്. അതുകൊണ്ട് നീ ഇതൊന്നും എനിക്കൊരു സംഭവം ചെയ്യാം. അപ്പോൾ 2 ദിവസം ഇടയ്ക്ക് ഇവനെ ഞാൻ വിളിച്ച് പറയുമ്പോൾ വന്ന് നോക്കിക്കോളും. പിന്നെ ഞാൻ വരുന്ന ദിവസം വരാം. ഒരു 3-3 മാസം. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഞാൻ റിട്ടേൺ എടുത്തോളാം. അന്ന് ബാക്കി 7 രൂപ അന്ന് തൻ്റെ കൈ തരും. ഓക്കെ? 7 രൂപ. ചുമ്മാ അവൻ്റെ ഒരു നീ ഇങ്ങനെ ഈ ജോലിയും ചെയ്ത് ഈ തലയ്ക്ക് അത് ഒന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ നടന്നൊരു കാര്യമുണ്ടോ? ഇങ്ങനത്തെ റിസ്ക് എന്നൊരു സാധനമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇതിപ്പോൾ നിനക്കൊന്നുമില്ല. ഞാൻ ഒരുപാട് ഞാൻ ഈ മഹാരാഷ്ട്രയിലേക്ക് പെട്ട പാടൊക്കെ അറിയോ? ഇതില്ല ജോൺ ഹോനായിലെ അമ്മച്ചിക്ക് കൊടുത്ത പെട്ടിയാണ് സംഭവം. അപ്പൊ നീ അതെ പിന്നെ ബാക്കിയെല്ലാം ഞാൻ ചാവിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. പേപ്പറിലടാ. ആ പേപ്പർ അതിനകത്ത് സ്മഗ്ലിംഗ് സാധനങ്ങളായിരിക്കണം. സ്മഗ്ലിംഗ് സാധനങ്ങളായിരിക്കും. എന്തെങ്കിലും റൗണ്ട് ആയിരിക്കും. നമ്മളെന്തിനാ അറിയുന്നത്? സൂക്ഷിച്ചാൽ പോരെ. അതൊരു ഈ പെട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും സംശയിക്കത്തില്ല, വിചാരിക്കുന്നില്ല. അപ്പം നിൻ്റെ ഫാമിലിയിൽ കുടുംബസ്വത്ത് വന്നിട്ടൊന്ന് വിചാരിക്കത്തില്ലുള്ളൂ പോകുമ്പോൾ. അതാണ് ഒരു ഐഡിയപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യത്തുള്ളൂ. എന്ത് പേടിക്കൊന്നും വേണ്ട. പൈസ കിട്ടുന്നില്ല. നമ്മൾ പൈസയ്ക്കല്ലേ ആവശ്യം. എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചായിട്ടില്ല കാശുള്ളത് മറ്റൊന്നും ഞാൻ എടുത്താൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല.
സാർ അങ്ങോട്ട് സാറ് കാത്തിട്ടാണ് പോയതാ. നമ്മൾ കൊറേ നേരം കൊണ്ട് വന്ന് നിൽക്കുന്നു. വിളിക്കാന്ന് പറയുന്നത്. സാറ് വിളിച്ചിട്ട് വന്നാൽ പോരെ. വെളിയിൽ നിർത്തിയിരുന്നില്ലയോ? വിളിച്ചോ. കൊറേ നേരമായിട്ട് നിൽക്കുന്നു. എൻ്റെ ഭർത്താവേ ജയിലിലാണ്. ഇതുപോലൊരു പെട്ടി എനിക്കും ഇതേപോലെ എൻ്റെ ഭർത്താവും ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എടുത്ത് വെച്ച് തന്നു. അതിൻ്റെ പേരിൽ ഇപ്പം ജയിലിലാണ്. 8 മാസമായി ജയിലായിട്ട്. ഞാൻ എത്ര നാളുകൊണ്ട് ഇവിടെ കയറി ഇറങ്ങുമെന്നറിയോ? എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് ഇറക്കി തരാമെന്ന് പറഞ്ഞാണ്. ഇപ്പം കൈ വെക്കുന്നതും ഇല്ല. എന്നും വരുമ്പോൾ ശരിയാവും പെട്ടെന്ന് ഇറക്കാമെന്ന് പറയുന്നല്ല. അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ എന്തോ ബ്രൗൺ ഷുഗർ അങ്ങനെ പോലീസ് പിടിച്ചത്. അങ്ങനെയാണ് ചേട്ടനെ പിടിച്ചത്. ആളെ ഒന്നിനും ഏക്കത്തുമില്ല. ഇത് കണക്ക് കുറേ പൈസ വാഗ്ദാനം ചെയ്യുമ്പോൾ എല്ലാവരും വീണു പോകും. ഞങ്ങൾ എത്ര നേരം കൊണ്ട് പുറത്തേക്കണമെന്നറിയാമോ? നമ്മൾ പട്ടിയെ പോലെ അവിടെ നിൽക്കുകയല്ലായിരുന്നു. മൈൻഡ് ചെയ്താ അതുകൊണ്ടാണ് ഇടിച്ചേറി വന്നത്. നിങ്ങളെയും പെടുത്താൻ തന്നെയാണിത്. പെട്ടി വെച്ചോണ്ട് നിന്നു. ഞങ്ങൾക്കും തോന്നുന്നത് ഇതുപോലെ ഒരു പെട്ടി മടി വെച്ച് തന്നതേ ഓർമ്മ ഉള്ളു. 2ൻ്റെ ആള് പോലീസ് വന്ന് കൊണ്ടുപോയി. പൈസ തന്നാ അറിഞ്ഞൂടെ? ഇത് ഭയങ്കര കെണിയാണ്. നിങ്ങളിവിടെ വെച്ചാൽ ആളിനെ പിടിക്കും എന്നൊരിതാകുമ്പോഴത്തേക്ക് ആരെങ്കിലും തലയിൽ ആള് വെച്ചിട്ട് അവരെ അങ്ങ് ജയിലിലാക്കും. അതാണ് ആളുടെ പരിപാടി. നിങ്ങളും കൂടെ പ്രശ്നത്തിലാവേ ഉള്ളൂ. ഇതിപ്പോ എടുത്തത് ഇതിപ്പോ കയ്യിലായ ഇനി ഒന്നുമില്ല. പെട്ട് നിങ്ങള് ഞാൻ മേടിച്ചിട്ടില്ല. നിങ്ങളും കൊടുക്കില്ല. എടുക്കാനൊന്നും പറ്റൂല. ഇവരൊക്കെ ഭയങ്കര വലിയ ആൾക്കാരാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നമ്മളെ പെടുത്തും. അതാണ് പെടുത്തും. അത്രയും നിങ്ങൾ നിൽക്കണം. അത്രയും നല്ലൊരു കൂട്ടുകാരനായിട്ട് അയാളെ പെടുത്തി. അതെ. അന്നൊക്കെ എൻ്റെ അടുത്ത് എന്തൊരു സഹോദരി എന്നും പറഞ്ഞ് നടന്നാനാണ്. ഇപ്പൊ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നും ഇതേപോലെ ഇവിടെ കയറി ഇറങ്ങലൊക്കെ വേണം. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല ചേട്ടനെ ഇറക്കാൻ വേണ്ടി. ആ ആവശ്യമായിട്ടാണ് ഇയാളെടുത്ത് വന്നത്. പിന്നെ നല്ല ഹോൾഡും വേണം. ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ ചെയ്യത്തില്ല. കാരണം ഇയാൾ പെടും. അതുകൊണ്ടൊന്നും ചെയ്യില്ല അയാൾ. അവിടെ എത്ര നേരം എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടത് അത് മനസ്സിലാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ പുള്ളിയുടെ കൈ കൊടുത്തിട്ട് പോയാ കാര്യം ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെ ആൾക്കാരുണ്ട്. കാര്യം പറഞ്ഞു സമാധാനമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കല്ലേ. ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഇവര് പറയുന്നതെങ്കിലും എന്തോ സംഭവം എനിക്ക് എങ്ങനെ അറിയാം? നീ ഇപ്പം ഇവര് പറയുന്നുള്ളതാണെന്ന്. നല്ല പൈസയൊക്കെ പറഞ്ഞില്ലേ? നല്ല കാശ് തരാന്ന് പറഞ്ഞു. കാശൊക്കെ തരും. എൻ്റെ കൂടെ പഠിച്ചവനാണ്. നമ്മളെ ചതിക്കത്തില്ല. ഇതുപോലെ ചതിക്കൂലെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ഭയങ്കര ചങ്കും ആയിരുന്നു. ഇപ്പൊ 8 മാസം കൊണ്ട് ജയിലിൽ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു പെട്ടി എന്റെ മടിയിൽ ഇതേനൊക്കെ എടുത്ത് വെച്ച് തന്നു. എന്റെ ഭർത്താവിന് പൈസയും കൊടുത്ത് എന്റെ മടിയിൽ ഇങ്ങനെ ഒരു പെട്ടിയും വെച്ച് തന്നതേ ഓർമ്മ ഉള്ളു. ഞാൻ പറഞ്ഞൊരു ബിസിനസ് ഡീലാണ്. കുഴപ്പമില്ല. പെട്ടെന്ന് ചാടി പോവാൻ പറ്റും. രാവിലെ തൊട്ട് നിൽക്കുകയൊക്കെ സാർ. ആയിക്കോട്ടെ, ഞാൻ എത്രയും സമയം പറഞ്ഞില്ലേ ഡീൽ ചെയ്തോണ്ടിരിക്കല്ലേ. വീട്ടിൽ കയറി ഞാൻ പറഞ്ഞല്ലോ. എത്ര നേരമൊന്നും പറഞ്ഞു. സാറല്ലേ പറഞ്ഞത് പെട്ടെന്ന് ഇറക്കാന്നല്ലേ പറഞ്ഞു. ഇപ്പൊ 8 മാസമല്ലേ ആയതുള്ളൂ. 8 മാസമല്ലേ ആയതുള്ളൂ. അതിപ്പോ എനിക്ക് ചെയ്യാം. 8 മാസം ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് റേക്ക് തരാം. എന്തെങ്കിലും ചെയ്ത് ചേട്ടനൊന്ന് പുറത്തിറങ്ങി. അവരുടെ കാര്യം ഒരു 8 വയസ്സായ കൊച്ചുണ്ട് സാർ. ആദ്യമാണെങ്കിൽ എന്നും അച്ഛനെ കാണുമെന്ന് പറഞ്ഞു. നമുക്ക് പേഴ്സണൽ പിന്നെ സംസാരിച്ചൂടെ? നിങ്ങൾ ഇപ്പൊ ഇവിടെ കയറി കാര്യം സാറിന് ആദ്യമേ അറിയാവുന്നില്ല. കൊച്ചിന്റെ എന്റെ മുഖത്തിൽ സാറൊന്ന് ഓർത്ത് നോക്ക്. ഇത് അവനെ സംബന്ധിച്ച് അവന്റെ കയ്യിൽ നിന്ന് വെച്ച് ചെറിയൊരു പിഴയാണ്. അല്ല ഞാൻ ചെയ്തതല്ല. എന്ത് പിഴ സാർ? ഇതുപോലെ ഒരു പെട്ടി എന്റെ വഴിയിൽ ഇതൊക്കെ ഒരു ധൈര്യം. പൈസ കിട്ടുന്ന കാര്യമില്ല. പണം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം.
നീ പേടിക്കുന്നു വേണ്ട, നിനക്ക് രക്ഷപ്പെടാൻ സംഭവം ഇതൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് പേടിക്കാനൊന്നും എനിക്ക് അവിടെ അവരെ ജോലി ചെയ്യേണ്ട സമയമൊന്നുമില്ല, നമുക്ക് രക്ഷപ്പെടാനുള്ള സംഭവം. പിന്നെ നീ ഇത് ഈ ആവശ്യമുള്ള കാര്യം ഇവിടെ സംസാരിക്കരുത്. അവനെ ഞാൻ ഇറക്കാനുള്ള സംഭവം ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്തതാണോ? എന്റെ തെറ്റുകൊണ്ട് പറ്റിയതാണോ? നിന്റെ അടുത്തൊക്കെ പറഞ്ഞോടി അകത്ത് കയറിയിരുന്നു. സാറേ എത്ര നേരമായിട്ട് ടീമിനെ വിളിച്ചാൽ അറിയാല്ല, 8 മാസമല്ല 12 മാസം അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും. സാർ ഇപ്പൊ ഇറക്കാന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അത് അവന്റെ കയ്യിലുള്ള ഇതല്ലേ, സാറല്ലേ ചെയ്താ മര്യാദ. ഈ സാറല്ലേ ഒരു പെട്ടി എടുത്ത് ഇതേപോലെ ഞാൻ ഞങ്ങളുടെ എന്റെ തെറ്റാണോ? ആ സൂക്ഷിച്ച നിങ്ങൾക്കുള്ളതല്ലേ? നിങ്ങൾ എന്റെ അഡ്വാൻസ് കാശ് വാങ്ങി സാർ നിങ്ങൾ പെടുവെന്ന് അറിയുമ്പോഴല്ലേ ഇങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത്? ബുദ്ധി വേണം, അത് സൂക്ഷിച്ച് വയ്ക്കാനുള്ള ബുദ്ധി വേണം. അതില്ലാതെ പോലെ ഞങ്ങൾ അന്തസ്സോടെ ഒരു കുടുംബം വന്നേക്കുന്നു. അവർ അന്തസ്സോടെ സൂക്ഷിക്കാൻ ഒരു പ്രശ്നമില്ല. അതിപ്പോ ഇവര് ഇതില്ലെങ്കിൽ ഇവര് സേഫ് എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. എനിക്കറിയാം, ഈ പെട്ടി മടിയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നിങ്ങളെ കയ്യിലോട്ടൊന്നും നിങ്ങൾ എടുക്കത്തുമില്ല. ഒരു ആവശ്യം, ഞാൻ വളരെ സ്ത്രീയായോണ്ട് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് അവൻ കാണിച്ചത് അത് എന്റെ കൂട്ടുകാരനാ, ശരിയാ. അവൻ കാണിച്ചത് അവന്റെ കൈ തെറ്റാ, എന്റെ അല്ല. അവൻ കാണിച്ച പോക്കത്തിനെ കൊണ്ടല്ലോ അവൻ പിടിക്കപ്പെട്ടെ. പിന്നെ അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് സൂക്ഷിച്ചത് ഞാൻ നോക്കിക്കോളാം. നീ അതൊന്നും പഠിക്കണ്ട. നിങ്ങൾ രക്ഷപ്പെടാനുള്ളൊരു സംഭവം ആ പാവപ്പെട്ട അവർ ഞാൻ പിടിക്കപ്പെട്ടോടെ നീ എന്നെ ഇറക്കിയാൽ മതി, കുഴപ്പമില്ല. എനിക്ക് ഇറക്കുന്ന കാര്യം സാറേ അത് കൂടെ സൂചിപ്പിച്ചേക്കണം. അത് നമ്മളൊരു കാര്യം പറയാം, ഇറക്കം നമ്മൾ ഈ ആവശ്യം നിങ്ങളെ പിഴവ് കൊണ്ട് പിടിക്കപ്പെടാം. ഇതിപ്പം നിങ്ങൾ പഠിക്കും, നിങ്ങളെ സംഭവം അത്രയും ക്വാണ്ടിറ്റി സാധനം വെച്ചല്ലോ പിടിച്ചത്. നമുക്കൊരു 8 മാസമായി, ഈ ഒരു 2 മാസം 10 മാസം മാഡം സത്യമായിട്ട് ഇത് പെട്ടതാണ്. ഞാൻ കാര്യമായിട്ട് പറയാണ് മാഡം, നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അവളെ ഇങ്ങോട്ട് വിട്, അവളെ ഇങ്ങോട്ട് പാടി. വാ 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 പാടി. എന്നൊരു നിങ്ങൾ ഇത്ര ആവശ്യം പറഞ്ഞു ഭർത്താവിനെ ഇറക്കിയാ പോരെ? ഇറക്കാം വാ, ഇറക്കാം വാ. ഉപദ്രവിക്കണ്ടേ ജമ്പാ ജമ്പാ ഉപദ്രവിക്കണ്ട. അല്ല നിങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല. അല്ല നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി. ഹലോ അവിടെ ഇരിക്കും, നിങ്ങൾ ഇരിക്കും, അവിടെ നിങ്ങൾ ഇരിക്കും, ഇരിക്കും അവിടെ ഇരിക്കും. സാറേ അറിഞ്ഞാത്തതുകൊണ്ടാണ് ഇതായിരിക്കും ശിക്ഷ കേട്ടോ. വേഗം ഉപദ്രവം ചെയ്തത് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, ഒന്നും ചെയ്തില്ല. സാർ ഇങ്ങോട്ട് വരണം സാറേ. വേറെ ഉണ്ട് സംസാരിക്കാം സാറേ. സാറേ സാറേ കൂട്ടാൻ വിളിച്ചു, കൂട്ടാൻ വാ. പെട്ടി അവിടെ ഇരിക്കട്ടെ, മടി ഇരിക്കട്ടെ. ഇവിടെ ഇരി, നീ ഇവിടെ പോകുന്ന ഇവിടെ ഇനി നിങ്ങളെ അങ്ങനെ ഓടി പോകാൻ പറ്റത്തില്ല. നിക്ക് ഇനി വന്ന ഇത് അങ്ങനെ നീ ഇനി വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നീ ആദ്യമായിട്ട് കാണുന്നുണ്ട്. എനിക്ക് പോകണമെന്ന് നമുക്ക് ഇവിടെ വെച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചേട്ടന്റെ കൂടെ എനിക്ക് ഇപ്പൊ ചാളി ഇങ്ങനെ ഇറങ്ങി എനിക്ക് ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല. നമ്മളിത് അംഗീകരിച്ചോണ്ട് നമുക്ക് പെതുക്കെ ഇറങ്ങി ഓടിയാണ് പോകാനേ പറ്റത്തുള്ളൂ. കാട്ടങ്ങ് നമ്മളിപ്പോ വന്ന് പെട്ടില്ലയോ? പെട്ടെന്ന് ഈ പെട്ടി മേടിച്ച പെട്ടെന്നാണ് അർത്ഥം. അവരെ അത് റെക്കോർഡിങ്ങിലേക്ക് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മള് സാധാരണയായിട്ട് ചാടി പോകും, അതല്ലേ എനിക്കറിയാം. നമുക്ക് ഇവരെ ഉടക്കി പോവാം. ഇപ്പൊ നിങ്ങൾ ഇത് ഞങ്ങൾ കൊണ്ടുപോവാന്നും പറഞ്ഞു പോയാൽ അവര് വിടും. ഇല്ല, നിങ്ങൾ ഇതിന് പ്രതികരിച്ചോണ്ട് ഇത് എതിർത്ത് കഴിഞ്ഞാല് പ്രശ്നമാവും. പക്ഷെ ഇത് കൊണ്ടുപോകുമ്പോ നിങ്ങളെ പോലീസ് പിടിക്കുകയും ചെയ്യും. ചേച്ചി എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയായിട്ടാണ്. കാര്യം പൈസയും മേടിച്ചല്ലേ? ഞാൻ മേടിച്ചിട്ടില്ല പൈസ. മേടിക്കൂല, ഇനി കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പൈസ ഞാൻ അതാണ് ചോദിച്ചത്, പൈസ തന്നാ ഞാനല്ലേ ആ തോട്ടുള്ളത് പേടിച്ചു. എന്തിനീ ചേച്ചിയും കൂടെ നിങ്ങൾ കൊണ്ടുവന്നത്? എന്ത് ചെയ്യുന്നു ചേച്ചി? എന്ത് ചെയ്യുന്നു? എവിടെയാ? എബ്രോഡിലാണോ? നീ പോവാൻ പോലും പറ്റൂലേ ചേച്ചി? ചേട്ടാ എന്തിനു ചേട്ടാ ഇത് ഇങ്ങനെ? ചേട്ടന് അറിഞ്ഞൂടെ ഇങ്ങനത്തെ പരിപാടി? അറിയത്തില്ല. നിങ്ങൾ ഇത് പറഞ്ഞപ്പോഴല്ലേ ഞാനും വന്ന് പെട്ടത്. അയ്യോ ഇല്ല, വിടത്തില്ല. ഇത് കൊണ്ടേ നിങ്ങൾ പോകും. വിടത്തില്ല.
ഈ പാണ്ടപ്പെട്ടിയായിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്തിനു പറ്റി? ഫംഗ്ഷന് പോയിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മളെ ഗ്യാങ്ങിലായി, എന്റെ ഗ്യാങ്ങിലായി. ഫംഗ്ഷന് പോയിട്ട് വരട്ടെ, പെട്ടിയും കൂടെ കൊണ്ട് പോയിട്ട് അത് സാധനം ഇത് കൊണ്ടുപോയിക്കോളൂ. എന്റെ ഗ്യാങ്ങിലായില്ലേ? അല്ലടാ ഈ പെട്ടിയായിട്ടൊക്കെ എങ്ങനെ ഫംഗ്ഷന് പോകും? അതൊന്നും കുഴപ്പമില്ല, വണ്ടി വെച്ചാൽ പോലെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അല്ല വെയിറ്റ് ചെയ്യുമോ നമ്മളെ ഇവിടെ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം സാർ. സാർ ഇദ്ദേഹം പെട്ടി വെച്ചോണ്ടിരിക്കട്ടെ, ആ മേഡം അകത്ത് പോയി ഫംഗ്ഷന് പങ്കെടുത്തിട്ട് വരട്ടെ. അതിനുശേഷം മേഡത്തിന്റെ ഒരാളിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ട് വെക്കുക, വെച്ചിട്ട് ഫംഗ്ഷന് പോവാ. ഇല്ല ഇല്ല, നിങ്ങളെ പൊക്കോ, രക്ഷപ്പെട്ടു. മോളെ ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് നിങ്ങൾ പോക്കറ്റ് വെച്ച് ചെക്ക് പോക്കറ്റ് വെക്ക്. മോശമല്ലേ അത്? നമ്മളെ ആയിക്കോട്ടെ, ഞാൻ പിന്നെ വന്നിട്ട് മേടിച്ചോളാം. നിങ്ങൾ കാര്യം ഇത് നിങ്ങൾ പോകുന്നതിന് നിങ്ങൾ പോക്കറ്റിൽ വെച്ചെങ്കിൽ ഇനി അത് എടുക്കാൻ പറ്റൂല. മോളെ സഹോദരി നിങ്ങൾ പറയുന്നു ഞാൻ പറഞ്ഞു ഇത്രയും നേരം സഹിച്ചില്ലേ, ക്ഷമിച്ചില്ലേ നിങ്ങളടുത്ത്? സഹോദരി ആളിനെ ഇറക്കാം, നമുക്ക് ശരിയാക്കാം. എന്നിറക്കും? നമുക്ക് എപ്പോൾ ഇറക്കാം. മാഡം നിങ്ങളെ ഭർത്താവും പെട്ട് നിങ്ങളും പെട്ട്, നിങ്ങൾക്ക് പോകാനും പറ്റൂല, നിങ്ങളെ ഭർത്താവ് ജയിലിലും ആവും. അങ്ങനെ സംസാരിക്കട്ടെ. വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വൈഫ് എന്നാ നിങ്ങൾ തിരിച്ചു പോണേ? അടുത്ത ആഴ്ച. അപ്പൊ ഇത് കൊടുത്തോളൂ, അവിടെ സൂക്ഷിച്ചാൽ മതി. ഇത് 3 ദിവസം കിട്ടിയാൽ മതി. പോണ്ടാന്ന് വെക്കുന്നത് അല്ല, അവർക്ക് പോകാൻ പറ്റൂലല്ലോ. അതിനുമ്പ് പിടിക്കുമല്ലോ. എന്ത് വെച്ചാൽ നാളെ മറ്റന്നാളോ വീട്ടിൽ പോലീസ് എത്തുമല്ലോ. നാളെ മറ്റന്നാളും അല്ല, എനിക്കറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഈ വിരട്ടിയുള്ള പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ വിരട്ടിയിൽ തന്നെയാണ് സാർ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിച്ചോളി സാറ്. സാറേ അങ്ങനല്ല ഞാൻ പറയുന്നത് സാറേ. ഓക്കെ അതായിക്കോട്ടെ സാറേ. ഞങ്ങൾ എന്തായാലും ഫംഗ്ഷന് പോയിട്ട് വരട്ടെ. ഹലോ. അയ്യോ സാറേ, പോലീസ് പോലീസ് ഞാൻ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞാൻ പോലീസ് പോവല്ലേ, ചാടല്ലേ, ചാടിയ പണിയാണ്. ചാടി സാറേ, സാറേ സാറേ ഒന്നോ ഇപ്പൊ മറ്റേ ചാനൽ ആരും ജില്ലയിലെ സുപ്രസിദ്ധമായ ദമ്പതികൾ മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് അകപ്പെടുന്ന കാഴ്ച, അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചുറ്റും പോലീസിന്റെ ബന്ദോബസ്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ദമ്പതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ്. ഏതാനും മിനിറ്റുകൾക്കകത്ത് തന്നെ ആ കാഴ്ച കൊല്ലം ജില്ലയിലെ കൈതക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ദമ്പതികൾ പിടിയിലാകാൻ വേണ്ടി പോകുന്നത്. ഈ കാഴ്ച ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ തന്നെ വ്യാപകമായി മയക്കുമരുന്ന് വേട്ട നടക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. പെട്ടിയിലാണ് ഇത് അവര് ഏറ്റുവാങ്ങിയത്. ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ് ഈ മയക്കുമരുന്ന്. അത് ദമ്പതികൾ വളരെ കൂളായി ഇവിടേക്ക് കയറി വരികയും അവര് ഇത് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ദമ്പതികളാണ് വളരെ കൂളായിട്ടാണ് കയറി വന്നത്. അവര് നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ ചെയ്തു വരുന്നു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലം റൂറൽ SP ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് വലിയ കുറ്റമാണ്. കൊല്ലം ജില്ലയിലെ കൈതക്കോട് നിന്ന് ലൈവ് പ്രേക്ഷകർ കാണുന്നുണ്ടാവും. ഈ കൈതക്കോട് നിന്ന് ദമ്പതികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ കാഴ്ചകൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരുപക്ഷെ കേരളം ഞെട്ടുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. സുപ്രസിദ്ധ മയക്കുമരുന്ന് രാജാവ് ഏതാണ്ട് ജോൺ മത്തായിയുടെ വീട്ടിൽ വെച്ചാണ് ഇവര് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാറേ എന്തെന്ന് വെച്ചാൽ സാറേ നമ്മളെ വീട്ടിലായിരിക്കണം മോനായിയുടെ സംഘം ഇവിടെയുണ്ട്. മോനായിയുടെ സംഘമുണ്ട്. ചുറ്റും പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ഉടൻ നടക്കും. എന്താണ് സാറേ ഇത് നിങ്ങളുടെ കൈമാറ്റം കൈമാറ്റം നമ്മളല്ല സാറേ, നമുക്കറിയാം. ഇദ്ദേഹം കൊണ്ടുവന്ന് ഇവരെ ഏൽപ്പിക്കാനുള്ള ശ്രമം നമുക്ക് അറിഞ്ഞോളൂ സാറേ. അവരെങ്ങോട്ട് നിർത്തും, നിങ്ങൾ അങ്ങോട്ട് നൽകിയിരിക്കുക. നിങ്ങൾ ഈ പെട്ടി കൈമാറ്റം ചെയ്തത് മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ വിവരങ്ങൾ എങ്ങനെയാണ്? മേഡം അങ്ങോട്ട് നിന്ന് പറയൂ, എന്താണ് സംഭവം? നിരപരാധിയാണോ? അതാണോ? അത് എന്തുകൊണ്ട് നിങ്ങൾ പണം ആവശ്യം കൂടുതലായി വന്നതുകൊണ്ടാണോ? മുമ്പ് നിങ്ങൾ എത്ര തവണ ചെയ്തിട്ടുണ്ട്? നീ നിരവധി നീ പറഞ്ഞു ആദ്യ തവണ എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല.
ഇത് എവിടെ നിന്നാണ് സഹോദരി? ഇത് എവിടേക്ക് കൊണ്ടുപോകും? ഇത് എവിടേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാനിങ്? ഗൾഫില് സാറേ, ഗൾഫിൽ പോകുന്നു. ഗൾഫിലാണ് വിദേശത്തുനിന്നല്ലേ പറഞ്ഞത്? വിദേശത്താണ് കുവൈറ്റിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. കുവൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലാണ് റൂറൽ എസ്പിക്ക് ഒരു സംശയം തോന്നിയത്. അങ്ങനെ 2 പോലീസുകാരെ വീട് പരിശോധിക്കുകയായിരുന്നു. ഏതാണ്ട് എത്ര കോടി രൂപയുടെ വില വരും? കയ്യിൽ ചെക്കുണ്ട് സാറേ. മുമ്പ് നിങ്ങൾ എത്ര പ്രാവശ്യം പിടിക്കപ്പെട്ടിട്ടുണ്ട്? എന്നെ ആരും പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴാ പിടിച്ചത്. ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരന്റെ കൂട്ടുകാരനാണ് പറഞ്ഞ എന്നെ കൊണ്ടുവന്നത് ഇവിടെ. അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ എന്റെ ചേട്ടനായത്, എന്റെ ഹസ്ബൻഡായത്, ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഇവിടെ വന്നത് ആ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട്. മുമ്പ് പിടിക്കപ്പെട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെയായിരുന്നോ പിടിക്കപ്പെട്ടത്, അതോ മറ്റെന്തെങ്കിലും തരത്തിലാണ്? അതോ രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമമായിരുന്നോ? രക്ഷപ്പെട്ടിരുന്നോ? എനിക്കൊരു കൊച്ചു ജോലിയുണ്ട്, ഞാൻ ഗൾഫിലാണ്. കൊച്ചിലെ വല്ല പരിപാടി ഉണ്ടോ? അപ്പൊ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം, ഗൾഫിലേക്ക് കടത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ എന്റെ ചേട്ടനായത്, ചേട്ടന്റെ കൂടെ ഇവിടെ വന്നത് പുള്ളിക്കാരൻ കൂട്ടുകാരനാന്ന് പറഞ്ഞ്. അല്ല ഇനിയിപ്പോഴേ അങ്ങനെ വന്നത് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ഇതുപോലെ നടത്തിയിട്ടുള്ളപ്പോഴേ ഭർത്താവിന്റെ കൂടെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു സ്ത്രീ ഉൾപ്പെടുന്ന സംഘമാണ്. ഈ പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരൻ ഒരു ആശാരിപ്പണിക്കാരനാ. ആശാരി ജോലി ചെയ്ത് വീട് അപ്പൊ നോക്കുന്ന സാർ വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. ഞാനങ്ങനെ തുടങ്ങിയതല്ല. തീരുമാനം പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ 3 ലക്ഷം രൂപ കൊടുത്ത എന്റെ ചെക്ക് വരെ അവർ മുക്കി. ഇത് യഥാർത്ഥത്തിൽ ഇവരല്ല. റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് പിടിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് എന്ന് പറഞ്ഞു. നിങ്ങൾ പത്രക്കാരാദ്യം പോ, ബാക്കിൽ നിന്ന് ഞങ്ങൾ വരാം. നിങ്ങൾ ഏത് പത്രത്തിനാണ് സാറേ? ഞങ്ങൾ വരുന്ന കൗമുദിയാണ്. കേരള മതി സാറേ. കമ്മ്യൂണിറ്റി ടിവിയുടെ ആൾക്കാരാണ് അവരെ ഞാൻ പോവാൻ എനിക്ക് പൊക്കോ, നിങ്ങൾ പൊക്കോ. ഓമൈഗോഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഷൂട്ട് കഴിഞ്ഞ് പ്രൈസ് വാങ്ങിച്ചിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ഗൾഫിലോട്ട് പോകും. മറ്റേ ഓമൈഗോഡ് പ്രാങ്ക് ഷോ ഇല്ലേ? ഓമൈഗോഡ് അവനാ ഇടിക്കടി. അയ്യോ പെട്ട് ചാക്കോ, ഞാൻ പെട്ട്. ഇന്നലെയും കൂടെ ഒരു എപ്പിസോഡ് കണ്ടതാണ്. നമ്മളെ എപ്പിസോഡ് മനസ്സിലായില്ല. കല്യാണത്തിന്റെ ഒരു കല്യാണ പെണ്ണെത്തിയിട്ട് ഒരു അമ്മ എനിക്ക് തന്നല്ലോ. അതാണ്. എന്നിട്ട് പോലും മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. കൂടാതെ മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം.